check the periodicity of a given signal. Find the fundamental period if periodic. First question is x of t is equal to 10 sine 25 pi t plus cos 10 pi t. And second one is x of n is equal to cos pi n by 2 minus sine pi n by 8 plus 3 cos pi n by 4 plus pi by 3. Okay, so first signal here, or first question is a continuous time signal, and second one is discrete. Okay, so let's do with our first question, and it is a continuous time signal. So given what our signal x of t is equal to 10 sine 25 pi t plus cos 10 pi t. Okay, so sinusoid signal and cosine signals both are periodic signals. Let us find out what is its summation will be. Okay, so our first input, let us split them into two signals, say x1 of t and x2 of t, where x1 of t is equal to 10 sine 25 pi t, whose angular frequency omega 1 will be, or standard form of the signal is a sine omega t plus phi. This is the standard form of the signal. So if we compare, a amplitude is 10 sine omega t. Omega t in place of omega, what we have here, 25p. So omega 1 here is 25 pi. Okay, so and corresponding time period t1 will be, what is the relation between t and omega എന്ന് പറയുന്നത് 2 pi by omega ആണ്. t എന്ന് പറയുന്നത് 2 pi by omega ആണ്. So 2 pi by omega 1, 2 pi by omega 1 എത്ര കിട്ടിയത് ഇവിടെ, 25 pi. ഓക്കെ, പൈ ക്യാൻസൽ ആകും, ബാക്കി നമുക്ക് 2 by 25 എന്ന് വരും. അതുപോലെ x2 of t എന്ന് പറയുന്ന സിഗ്നൽ, ഓക്കെ, ഇറ്റ് ഈസ് കോസ് 10 pi t ആണ്, കോസ് 10 pi t ആണ്. സോ നമുക്കതിവിടെ എഴുതാം, കോസ് 10 pi t ആണ്. സോ സ്റ്റാൻഡേർഡ് സിഗ്നലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് സിഗ്നലിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ 2 എന്ന് പറയുന്നത് ഇവിടെ 10 pi ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് ടൈം പീരിയോഡ് t2 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 pi by omega 2. സോ 2 pi by 10 pi. pi ക്യാൻസൽ, 2 by 10 is equal to 1 by 5. സോ t1 നമുക്ക് കിട്ടിയത് 2 by 25 ആണ്, t2 നമുക്ക് കിട്ടിയത് 1 by 5 ആണ്. ഓക്കെ, സോ ഈ സിഗ്നൽ x1 പ്ലസ് x2 എന്ന് പറയുന്ന സിഗ്നൽ പീരിയോഡിക് ആണോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചെക്കിങ് t1 by t2 ചെയ്യുക. t1 by t2 നമുക്ക് എത്ര കിട്ടുക, t1 എന്ന് പറയുന്നത് 2 by 25 ഡിവൈഡഡ് ബൈ 1 by 5. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2 by 25 into division become multiplication 5 by 1. It's equal to 2 by 5. സോ ഈ റേഷ്യോ നമുക്ക് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ, എന്താണ് റാഷണൽ നമ്പർ, ദാറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ബൈ ബി ആർ റാഷണൽ നമ്പർ. സോ എ ബൈ ബി ഫോമിൽ നമുക്കിത് എഴുതാൻ പറ്റും, അതായത് രണ്ട് ഇൻറ്റിജർ നമ്പേഴ്സിൻ്റെ റേഷ്യോ ആണ്. സോ ഈ റേഷ്യോ നിങ്ങൾ കിട്ടുന്നത് പൈ അല്ലെങ്കിൽ √2 ഓർ √3 ഇങ്ങനെയുള്ള ഏതെങ്കിലും നമ്പർ കിട്ടുന്നെങ്കിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ ഇറാഷണലാണ്. സോ അവിടെ നമ്മുടെ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് t1 by t2 എന്ന് പറയുന്നത് റാഷണൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് പീരിയോഡിക് ആണ്. ഇറാഷണൽ ആണെങ്കിൽ നോൺ പീരിയോഡിക് അല്ലെങ്കിൽ എ പീരിയോഡിക് ആണ്. സോ ഇവിടെ നമുക്ക് t1 by t2 കിട്ടിയത് 2 by 5 ആണ്. സോ നമുക്ക് എഴുതാം ആൻസർ x of t എന്ന് പറയുന്നത്, x of t ഈസ് എ x of t is a periodic signal. Okay, so periodic signal ആണെങ്കിൽ എന്താണ് അതിൻ്റെ പീരിയോഡ്? സോ ലെറ്റ് ബി t0 ആണ് പീരിയോഡ് എന്ന് വിചാരിക്കുക. സോ അത് എന്ന് പറയുന്നത് LCM ഓഫ് t1, t2 ആയിരിക്കും. ദാറ്റ് മീൻസ് LCM ഓഫ് t1 എന്ന് പറയുന്നത് എത്ര കിട്ടിയത്, t1 വാസ് 2 by 25 and t2 was 1 by 5. ഇങ്ങനെയുള്ള നമ്പറിൻ്റെ LCM കാണുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്. LCM ഓഫ് ന്യൂമറേറ്റർ 2, 1 ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ 25, 5.
ദെൻ LCM ഓഫ് 2 and 1 എന്ന് പറയുന്നത് 2 ആണ്. HCF ഓഫ് 25 and 5 എന്ന് പറയുന്നത് 5 ആണ്. സോ 2/5. അതുകൊണ്ട് ഫണ്ടമെൻ്റൽ പീരിയോഡ് T0 എന്ന് പറയുന്നത് 2/5 ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കിട്ടുന്നുണ്ട്, പീരിയോഡാണ് എന്ന് കിട്ടി. സോ ദി സിഗ്നൽ ഈസ് പീരിയോഡിക് വിത്ത് പീരിയോഡ് T0 ഈസ് ഈക്വൽ ടു 2/5. അതാണ് എൻ്റെ ഫണ്ടമെൻ്റൽ പീരിയോഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 3 സിഗ്നലിൻ്റെ സമ്മാണ്. x1 ഓഫ് എൻ മൈനസ് x2 ഓഫ് എൻ പ്ലസ് x3 ഓഫ് എൻ. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സിഗ്നൽ x1 ഓഫ് എൻ എന്ന് പറയുന്നത് x1 ഓഫ് എൻ ഈസ് ഈക്വൽ ടു കോസ് π/2 n ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ കോസ് ഒമേഗ എൻ ഫോമിലാണ്. സോ ω1 എന്ന് പറയുന്നത് π/2 ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയ ഫണ്ടമെൻ്റൽ പീരിയോഡ്, അതിൻ്റെ കറസ്പോണ്ടിങ് പീരിയോഡ് എന്ന് പറയുന്നത് n1 എന്ന് വിചാരിക്കുക. n1ൻ്റെ ഫോർമുല 2π/ω1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 2π/ω1 π/2 ആണ്. ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു 2/π is equal to 4. സോ n1 എന്ന് പറയുന്ന ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്ന x1 ഓഫ് എൻ്റെ കോസ് πn/2ൻ്റെ പീരിയോഡ് ആയിട്ട് വരുന്നത് 4 ആണ്. നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ് കിട്ടുന്നത്. അതുപോലെ x2 ഓഫ് n എന്ന് പറയുന്ന സിഗ്നൽ, x2 ഓഫ് n എന്താണ്? സൈൻ πn/8. സോ ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറയുന്നത് ഡസിൻ മാറ്റർ, എന്തോ ആയിക്കോട്ടെ, നമ്മളുടെ ആംഗുലർ ഫ്രീക്വൻസി നമുക്ക് എടുത്താൽ മതി. സോ x2 ഓഫ് n എന്ന് പറയുന്ന സിഗ്നൽ സൈൻ π/8 n ആണ്. സോ അതിൽ നിന്ന് കിട്ടുന്നത് ω2 എന്ന് പറയുന്നത് π/8 ആണ്. ഓക്കെ, സോ ω2 എന്ന് പറയുന്നത് π/8 ആകുമ്പോൾ നമുക്ക് കിട്ടും നമ്പർ n2 എന്ന് പറയുന്നത് 2π/ω2 which is equal to 2π/8 which is equal to 2π into 8/π. പൈയും പൈയും ക്യാൻസൽ, നമുക്ക് 16 എന്ന് കിട്ടും. സോ ഫണ്ടമെൻ്റൽ പീരിയോഡ് ഓഫ് ദ സെക്കൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് സിഗ്നലിൻ്റെ. ഇനി മൂന്നാമത്തെ സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയോഡ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ സിഗ്നൽ x3 എന്ന് പറയുന്നത് എന്താണ്? 3 കോസ് π/4 n, 3 കോസ് π/4 n പ്ലസ് π/3 പ്ലസ് π/3. ഇതാണ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മളുടെ മൂന്നാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് സിഗ്നലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ കോസ് ω n പ്ലസ് π/3 ആണ് നമ്മളുടെ, പ്ലസ് 5 ആണ് സ്റ്റാൻഡേർഡ് ഫോം. സോ ഇവിടെ നമുക്ക് ഒമേഗ ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സോ തേർഡ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് π/4 ആണ്. ദെൻ അതിൻ്റെ ടൈം പീരിയോഡിക് ടേം n3 എന്ന് പറയുന്നത് 2π/ω3 ആണ്. is equal to 2π എന്താണ് കിട്ടുക? ω3 എന്ന് പറയുന്നത് π/4 is equal to 2π into 4/π ക്യാൻസൽ is equal to 8. ഓക്കെ, സോ ഈ ഓരോ കേസിലെയും ഈ 3 സിഗ്നൽസിൻ്റെയും നമുക്ക് പീരിയോഡ്സ് കിട്ടുന്നത് ഇൻറ്റീജർ ആയതുകൊണ്ട് n1, n2 ആൻഡ് n3 are rational or integers for some values of ഇത് റാഷണൽ ആയിട്ട് വരാം. അപ്പോൾ സം ഇൻറ്റീജർ വാല്യൂസ് ഓഫ് എമ്മിന് അത് ഇൻറ്റീജർ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ റേഷ്യോ ഇൻറ്റീജർ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ n കാൽക്കുലേറ്റ് ചെയ്തത് നമുക്ക് ഇൻറ്റീജർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിഗ്നൽസും നമുക്ക് പീരിയഡ് ആയി കൺസിഡർ ചെയ്യാം. സോ ഇതിൻ്റെ കേസിൽ n1 4 ആണ്, n2 16 ആണ്, n3 8 ആണ്, എല്ലാം ഇൻറ്റീജർ വാല്യൂസ് ആണ്. അതുകൊണ്ട് x1 ഓഫ് ടിയും x1 ഓഫ് n, x2 ഓഫ് n ആൻഡ് x3 of n are periodic. So x of n 3 പീരിയോഡിക് സിഗ്നൽസിൻ്റെ ഡിസ്ക്രീറ്റ് സിഗ്നൽസിൻ്റെ സമ്മും പീരിയോഡിക് ആയിരിക്കും, ഈസ് ഓൾസോ പീരിയോഡിക്.
സോ ഓരോ സിഗ്നലും പീരിയോഡിക് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയോഡ് എന്ന് പറയുന്നത്? സോ ഫണ്ടമെൻ്റൽ പീരിയോഡ്സ് N0 എന്ന് പറയുന്നത് LCM ഓഫ് N1, N2, N3 ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു LCM ഓഫ് N1 4 ആയിരുന്നു, N2 16 ആയിരുന്നു, N3 8 ആയിരുന്നു. 4ൻ്റെയും 16ൻ്റെയും 8ൻ്റെയും LCM എന്ന് പറയുന്നത് 16 ആണ്. So fundamental period of N0, period of the signal x of n is equal to, so signal is periodic with the fundamental period N0 is equal to 16. ഇതാണ് എൻ്റെ ആൻസർ.